വർഷങ്ങളായി ഏറ്റവും വലിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബ്രാൻഡാണ് ഓൾഡ് മങ്ക്. അതായത് 1954 മുതൽ 2026 വരെ ഇന്ത്യൻ മദ്യ വ്യവസായ മേഖലയിലെ രാജാവായിരുന്നു ഓൾഡ് മങ്ക്. മലയാളികൾക്കിടയിൽ അതിലേറെ സ്വീകാര്യത. മലയാളികളുടെ ഏതാഘോഷത്തിലും മദ്യം വിളമ്പുന്നുണ്ടെങ്കിൽ ഓൾഡ് മങ്കിനും സീറ്റ് ഉറപ്പാണ്. കൃത്രിമമായി രുചിയും മണവും നൽകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്തെ ജനപ്രിയ മദ്യ ബ്രാൻഡുകളായ ഓൾഡ് മങ്ക്, ആന്റിക്വിറ്റി ബ്ലൂ, റോയൽ ചലഞ്ച്, ബാക്ക് പെപ്പർ ഡീലക്സ് എന്നിവയുടെ ചില വകഭേദങ്ങൾക്കാണ് FSSAI പൂട്ടിയിട്ടിരിക്കുന്നത്. ശരിയായ രീതിയിൽ മദ്യം നിർമ്മിക്കുന്നതിന് പകരം കൃത്രിമ ഫ്ലേവറുകൾ ചേർത്തതിനാലാണ് ഈ നടപടി. തീരുമാനം മദ്യ വ്യവസായ മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഡിയോജിയോ, ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഇൻട്രോ ബിവറേജസ്, മോഹൻ റോക്കി സ്പ്രിംഗ് വാട്ടർ എന്നീ കമ്പനികൾ നിർമ്മിക്കുന്ന ചില ഉൽപ്പന്നങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. സ്വാഭാവിക ചേരുവകൾ ഉപയോഗിക്കുന്നതിനും കൃത്യമായ കാലപ്പഴക്കം നൽകി മദ്യം നിർമ്മിക്കുന്നതിനും പകരം പെട്ടെന്ന് രുചിയും മണവും ലഭിക്കുന്നതിനായി കൃത്രിമ ഫ്ലേവറുകൾ ഇവർ ചേർത്തുവെന്നാണ് FSSAIയുടെ പരിശോധനയിൽ വ്യക്തമായത്. റമ്മിൽ റം ഫ്ലേവറോ വിസ്കിയിൽ വിസ്കി ഫ്ലേവറോ ചേർക്കുന്ന രീതിക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ ഉൽപ്പന്നങ്ങളിൽ കൃത്രിമ ചേരുവകൾ കണ്ടെത്തിയതിനാൽ ഇവയെ ഗുണനിലവാരമില്ലാത്തവ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. മദ്യത്തിന്റെ ഉൽപാദന പ്രക്രിയയിൽ അത്യാവശ്യമായ മൊളാസസ് അല്ലെങ്കിൽ മാൾട്ട് തുടങ്ങിയ സ്വാഭാവിക അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കാനാണ് നിർമ്മാതാക്കൾ ഇത്തരം കുറുക്കുവഴികൾ തേടുന്നതെന്നും അതോറിറ്റി ആരോപിക്കുന്നു.